കഞ്ചിക്കോട് ആൾക്കൂട്ടമർദ്ദനത്തിൽ കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണൻ ഭാഗ്യലിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് സംഘപരിവാറിന്റെ ആൾക്കൂട്ടമർദ്ദനത്തിനുമെതിരെയും ജസ്റ്റിസ് ഫോർ രാംനാരായണൻ ആക്ഷൻ കൗൺസിൽ പാലക്കാട് മാനവ സൗഹൃദ റാലിയും പ്രതിരോധ സംഗമവും സംഘടിപ്പിച്ചു. സംഘപരിവാർ ശക്തികൾ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ഐക്യവും തകർക്കുകയാണെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോവാസു അഭിപ്രായപ്പെട്ടു. സംഗമത്തിൽ കൺവീനർ KS നിസാർ അധ്യക്ഷത വഹിച്ചു. റസാഖ് പാലേരി, തുളസീധരൻ പള്ളിക്കൽ, വിളിയോടി ശിവൻകുട്ടി, അഡ്വക്കേറ്റ് PA പൗരൻ, ശശികാന്ത് ബാഗേൽ, വേണുഗോപാൽ കുനിയിൽ, M സുലൈമാൻ, K കാർത്തികേയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സർക്കാരിന്റെ സംവിധാനങ്ങൾ കണ്ണു തുറന്നു നോക്കിയില്ലെങ്കിൽ കണ്ണു തുറപ്പിക്കാൻ നിങ്ങൾക്കറിയാമെന്നു കൂടിയാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, അതിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇപ്പോ SIT രൂപീകരിച്ചിട്ടുണ്ട്. പ്രത്യേക സംഘമാണ്, അന്വേഷണ സംഘമാണ്. അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ പോലും അതിന്റെ പ്രതികളാക്കപ്പെട്ടതിന് ഭൂരിഭാഗം ആളുകളും സംഘപരിവാറുകാർ ആണ് എന്നുള്ളതും ആ നാട്ടുകാർക്ക് പോലും അഭിപ്രായമില്ലാത്ത 5ഉം 8ഉം കേസുകൾ പ്രതികളായിട്ടുള്ള RSSന്റെ ക്രിമിനലുകളാണ് അതിന്റെ പ്രതികൾ. എങ്കിൽ പോലും അതിൽ പ്രതികൾ RSSകാരാകുമ്പോ ഇതിന്റെ കേരളത്തിന്റെ ഈ സമീപകാല ചരിത്രത്തെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോ ചില അപകടങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നതുകൊണ്ട് ആക്ഷൻ കൗൺസിൽ തീർച്ചയായും ഈ കേസ് അന്വേഷണം കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് പുറകിലും ഞങ്ങളുടെ ജാഗ്രതയുണ്ടാകും എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.